ഞങ്ങളും ട്രൈ ചെയ്തു ദുബായ് വൈറൽ ചീസ് കേക്ക്. അടിപൊളിയായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 4 എഗ്സ് എടുത്തിട്ടുണ്ട്. 4 എഗ്സിന്റെ വൈറ്റും യെല്ലോയും തമ്മിൽ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുക. ഈ വൈറ്റിലോട്ട് 1 പിഞ്ച് സോൾട്ടും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വരും. ബൗൾ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ അതിൽ നിന്നും വിട്ടു പോകരുത്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി മാറ്റി വെച്ചേക്കുന്ന എഗ്ഗിന്റെ യെല്ലോയിലോട്ട് 5 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ടേബിൾ സ്പൂൺ മിൽക്ക്, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, ഇതെല്ലാം കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ എഗ്ഗിന്റെ വൈറ്റ് അത് കുറേശ്ശെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വളരെ സ്ലോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട്. പക്ഷെ വളരെ സ്ലോലി ആയിരിക്കണം. കുറച്ച് സമയമെടുത്ത് അത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ടൈം കൊണ്ട് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ട്രേയിൽ നല്ല തിളപ്പിച്ച വെള്ളമാണ്. ഇതിലോട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇറക്കി വെക്കാം. അതിനുശേഷം ഇത് ഓവനിലോട്ട് വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 45 to 1 അവർ ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് നന്നായി ഒന്ന് തണുത്ത് കിട്ടണം. ആ ടൈം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ, അതിലേക്ക് 100 ഗ്രാം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറിൽ വരും. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പുറത്തെ ആ ബ്രൗൺ കളറിലെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റി ജസ്റ്റ് ഞാനൊന്ന് അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആ കേക്ക് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് പീസിലോട്ട് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പാർട്ടിലോട്ടും ആകത്ത വിധം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത പീസ് കൂടെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ പാർട്ടിലും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുസറല്ല ചീസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി എല്ലായിടത്തും ആകുന്നത് വരെ നന്നായി മുസറല്ല ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുബായ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു 2 hours കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുത്ത കേക്കാണ്. അടിപൊളി കേക്കായിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സൂപ്പർ കേക്കായിരുന്നു. പിള്ളേർക്ക് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടം.